അന്നേരം ഫ്രാങ്കിലെ കൂട്ടുകാരനെ കൂടെ കണ്ടെയ്നർ കൊണ്ടുപോകുന്നുണ്ട്. അവനെ എങ്ങനെയല്ലോ അതിനകത്തൊന്ന് തട്ടണം. അന്നേരം കണ്ടെയ്നർ ഇവിടെ അടുത്തെത്തിയെന്നാണ് തോന്നുന്നത്. ജോക്കറും ടീമാണ് തട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞത്. അയ്യോ, അതുകൊണ്ട് പോകുന്ന കണ്ടെയ്നർ അവനെ വെടിവെച്ച് തീ പിടിപ്പിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഹെൽപ്പിന് വേണ്ടി ഫ്രാങ്കിളുടെ കൂട്ടുകാരെ അതിനകത്ത് എടുക്കാൻ. ഫ്രാങ്കിളുടെ കൂട്ടുകാരന് മാത്രമേ നമുക്ക് ആ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം തീ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയി ഫ്രാങ്കിളുടെ കൂട്ടുകാരനെ തട്ടി കാറിനകത്ത് ഇടാം. ഹലോ വാട്സപ്പ് ഗേയ്സ്, എല്ലാ മച്ചന്മാർക്കും നമ്മുടെ സീരീസ് 2 സ്വാഗതം. അന്നേരം നമുക്കൊരു പണിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ചെയ്തിടാം. അന്നേരം ഭയങ്കര സീനാണ്. നമ്മുടെ ഒരു ചങ്ക് മച്ചാനെ വെറുതെ പിടിച്ചോണ്ട് പോയി. ഇതേപോലെ ആയിരുന്നു കഴിഞ്ഞ സീരീസിൽ നമുക്ക് പറ്റിയത്. നമ്മളൊരു കൂട്ടുകാരനെ ഇടിച്ച് പന്നി കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ. അന്നേരം നമുക്ക് ഫുള്ള് ഡാർക്കായിട്ടിരിക്കുകയാണ്. അവൻ എന്താണെന്ന് നമുക്കറിയത്തില്ല. അന്നേരം നമ്മളൊരു പയ്യൻ നമുക്ക് എവിഡൻസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേസ്. അത് ഗോസ്റ്റ് സ്ട്രീറ്റിലുള്ള കുറച്ച് മെമ്പേഴ്സാണ് ഇതൊക്കെ ചെയ്തത്. അന്നേരം നമ്മുടെ ലോസ് ആഞ്ചൽസിലുള്ളൊരു പയ്യൻ നമ്മുടെ പയ്യനെ അവർ കണ്ടെയ്നർ കയറ്റി കൊണ്ടുവന്നൊരു വീഡിയോ എടുത്തായിരുന്നു കേസ്. അപ്പോൾ നമ്മുടെ ഒരു പയ്യൻ നമുക്കത് അയച്ചു തന്നിട്ടുണ്ട്. അന്നേരം അതിനകത്തു നിന്നാണ് നമ്മുടെ പയ്യനെ കണ്ടെയ്നറിൽ നിന്ന് ഇറക്കി കാറിനകത്ത് തൂക്കിക്കൊണ്ട് പോയത് ഗോസ്റ്റ് സ്ട്രീറ്റുകാർ. അന്നേരം നമുക്കിപ്പോൾ അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഡേഞ്ചറസ് ഉള്ളൊരു ഗ്യാങ്ങാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം നമ്മളിപ്പോൾ ഗോസ്റ്റ് സ്ട്രീറ്റിൻ്റെ ഒരു ഗോഡൗണിലാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇവിടെ ഫുള്ള് ഗോസ്റ്റ് സ്ട്രീറ്റ് ഗ്യാങ്ങാണ്. ഇവരെല്ലാം അലേർട്ടാണ്. അന്നേരം നമ്മൾ എന്താ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പയ്യനെ ഏത് റൂമിലാണ് കൂട്ടിയിട്ടേക്കെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നാലും നമ്മൾ പേടിച്ചാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ കണ്ടാൽ നമ്മളെ കാര്യം തീരുമാനമായി. അന്നേരം ഇവിടെ മൊത്തം അരിച്ചു പറക്കി നോക്കണം. എന്നാലും നമുക്ക് മനസ്സിലാകണ്ട എവിടെ നമ്മുടെ അങ്ങനെ പൂട്ടിയിട്ടേക്കുന്നത്. അന്നേരം നമ്മളിവിടെ കയറിയേക്കുന്നതിന് ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. കണ്ടാൽ പണി പാളി കേസ്. അന്നേരം നമുക്ക് ഈ റൂമൊക്കെ അടിച്ചു പിടിച്ച് നോക്കാം. എങ്ങനെ തുറന്നു ചിലപ്പോൾ നമ്മുടെ പയ്യൻ ഇതിനകത്താണെങ്കിലോ. അന്നേരം ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല. നമുക്കിവിടെ എന്നാലും ഒന്ന് നോക്കാം ഇച്ചിരിയും കൂടെ. ഇവിടെ അങ്ങ് ഇല്ല നമ്മളിപ്പോൾ നോക്കിയിട്ട്. അന്നേരം നമുക്ക് പതുക്കെ ആരും കാണാതെ അങ്ങ് ഇറങ്ങാം കേസ്. നമ്മൾ പതുക്കെ പറയണമെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ കേട്ടാ കേസ് പണി പാളും. നമ്മൾ ഇറങ്ങി പോവുകയാണ് കേസ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഓടിപ്പോയി നോക്കാം കേസ്. ഓക്കെ, ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേസ്. നമുക്കൊരു പേടിയുണ്ട് ഇന്ത്യമാർ നമ്മളങ്ങനെ പിടിച്ചു കൂടും കേസ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയെ കൊണ്ട് നമ്മളെ കാണുന്നുണ്ടോയെന്നും അറിയത്തില്ല കേസ്. അവരെ തടയാൻ നമുക്ക് പറ്റത്തില്ല. അവർ ഫുള്ള് വന്ന പണിയാണ് കേസ്. പിന്നെ അതുകൊണ്ട് നമ്മൾ പരമാവധി അവരറിയാതാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്. റോഡ് എണ്ണിട്ടാണ്ട് നട റോഡിൽ ഇരുന്നാ ചായ കുടിച്ചുകൊണ്ട് വരുന്നത്. നട റോഡിൽ ചായ കുടിച്ചുകൊണ്ട് വരുന്നതാടാ അത് എൻ്റെ മുമ്പിൽ. കേസാണെങ്കിൽ നമുക്ക് അവനെ എങ്ങനെയും കണ്ടുപിടിക്കണം കേസ്. അവൻ്റെ അവസ്ഥ എന്തോന്നും നമുക്ക് അറിയത്തില്ല. അന്നേരം കേസ് നമ്മുടെ ചങ്കിപ്പം അടികൊണ്ട് വാടിക്കാണെങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവന്മാരെ മോസ്റ്റ് പവർഫുൾ വെപ്പണൊക്കെ ഉണ്ട് കേസ്. കേസ് പണിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവന്മാരെ ഗ്യാങ്ങിലെടുത്തിട്ടാണ് കേസ് അവിടെ നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം കേസ്. നീ എന്തിനാണ് ഞങ്ങളുടെ ഗോഡൗണിൽ കയറിയേ? നീ ഞാൻ വെച്ചേക്കാൻ പോകുന്നില്ലടാ. എന്തോടാ നിനക്ക്?
നീ എൻ്റെ ചെറുക്കനെ തൊടില്ലടാ. ഓക്കെ, നമ്മൾ അറിയാവാൻ ഇടിക്കുകയും ചെയ്യും. നമുക്ക് പേടിയാവുന്ന കാരണം എന്താ വെച്ചാൽ ഇനി എന്തൊക്കെ പ്രശ്നം വരുന്നതെന്ന് അറിയത്തില്ല. അന്നേരം നമ്മൾ ഫ്രാങ്കിലെ ഫ്രണ്ടാണ്. ഫ്രാങ്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്നേരം നമ്മുടെ ഫ്രാങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫയലുണ്ട്. അത് ജോക്കറിനെ സഹായിക്കുന്ന ഒരു പോലീസുകാരനുണ്ട്. അവനെ കൊല്ലണം ഗൈസ്. അവനാണ് ജോക്കറിനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവനെ നമുക്ക് കൊല്ലണം ഗൈസ്. അന്നേരം കേസ് അവർ അറിയാതിരിക്കുമ്പോൾ നമ്മൾ സ്മോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അന്നേരം കേസ് അവനെ ഗ്രനേഡ് ഇട്ടാൻ കൊല്ലാൻ പോവാണ് കേസ്. ഓക്കെ, അവൻ നമ്മളെ തോക്കൊണ്ട് അവിടുന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഗ്രനേഡൊക്കെ ഇടുവാണ് ഈ സോട്ട്. ഓക്കെ, ഇവിടെ ഗ്രനേഡ് പൊട്ടി കേസ്. മറ്റേ ഇഞ്ചറി അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ നിന്നെ മാത്രമേ തീർക്കാൻ പറ്റും. ലോസ് ആൻഡോസ് ഫുള്ള് എനിക്ക് കത്തിക്കാൻ പറ്റും. അന്നേരം ഫ്രാങ്കിലും പറഞ്ഞാൽ നമ്മൾ ഫ്രാങ്കിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മളെ ജോലി കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം അടുത്തൊരു സീരിയസ് ആയിട്ട് വരുന്നവരെല്ലാവർക്കും പോയി.